അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ആദ്യം തന്നെ ഒരു റെഡ് ബഡ് എടുത്തിട്ട് കമ്പിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടണം. പിന്നെ ഒരു റെഡ് ക്രേ പേപ്പർ എടുത്തിട്ട് തിന്നായി കട്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പിയിൽ ഗം ചെയ്ത് കൊടുക്കണം. അടുത്തത് പൂമ്പൊടിയാണ്. യെല്ലോ കളറുള്ള പേപ്പർ തീരെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പൂമ്പൊടിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അടുത്തത് പെറ്റൽസ് ആണ്. ക്രേ പേപ്പർ എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യണം. എന്നിട്ട് ഗം ചെയ്തിട്ട് തിന്നായിട്ടുള്ള സ്ലാഹ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു പെറ്റലിൻ്റെ അടുത്ത പാർട്ട് ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ആ പെറ്റൽസിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ചെമ്പരത്തി ഇതളുടെ ഷേപ്പിലോട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതും ആ പെറ്റൽസും തമ്മിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെമ്പരത്തിയുടെ ബാക്ക് പോർഷനിൽ ഗ്രീൻ ലീവ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ഗ്രീൻ ക്രേ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ബാക്കിലൊന്ന് ഗം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റെമ്മിന് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ലീഫാണ്. നമ്മൾ പെറ്റൽ ചെയ്ത് അതേ മോഡലിൽ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ്സ് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതും ടേപ്പ് ചെയ്തതിന് ശേഷം നമ്മളത് ഫിക്സ് ചെയ്യുന്നു.